വിറളി പൂണ്ട് CPM CI2 തറവേലയുമായി ആശാവർക്കർമാർക്കെതിരെ കഴിഞ്ഞ 18 ദിവസമായി അടിസ്ഥാന ആവശ്യങ്ങൾക്കായി സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം ചെയ്യുന്ന കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ നടത്തുന്ന സമരത്തെ അടിച്ചമർത്താൻ 18 അടവും പയറ്റി പരാജയപ്പെട്ട് അവസാനം നാണംകെട്ട പ്രതിരോധം തീർക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് സർക്കാർ. തൊഴിലുറപ്പുകാരെയും കയർ ഫാക്ടറി തൊഴിലാളികളെയും അങ്കണവാടി ടീച്ചർമാരെയും ഹെൽപ്പേഴ്സിനെയും ഹരിതകർമ്മസേനയെയും ഭീഷണിപ്പെടുത്തി അണിനിരത്തി ബദൽ സമരം നടത്തി നാണംകെട്ട പ്രതിരോധം തീർക്കാൻ വൃഥാ കസർത്ത് നടത്തുന്ന സർക്കാർ എത്രമാത്രം അധപ്പതിച്ചു എന്നതിൻ്റെ നേർത്തെളിവാണ് ഈ പൊറാട്ട് നാടകം. തുടക്കത്തിൽ കള്ളക്കേസ് കൊടുത്തും CPM ബ്രാഞ്ച് തലത്തിലെ ചോട്ടാ നേതാക്കന്മാരെ പറഞ്ഞുവിട്ട് ഭീഷണി മുഴക്കിയും സമരക്കാരെ പിന്തിരിപ്പിക്കാൻ ശ്രമമുണ്ടായി. പിന്നീട് സ്ത്രീകളെ മൊത്തം അധിക്ഷേപിക്കുന്ന രീതിയിൽ ജുഗുത്സാവഹമായ പ്രസ്താവനകളാണ് CPM നേതാക്കൾ നടത്തിയതും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നതും. കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം ഈ സമരത്തെ പെമ്പിളയൂരുമേ സമരമെന്നും അരാജക സംഘടനകളാണ് സമരത്തിന് പിന്നിലെന്നും പാട്ടപ്പിരിവുകാരാണ് സമരക്കാരെ സ്പോൺസർ ചെയ്യുന്നതെന്നും അധിക്ഷേപിച്ചിരുന്നു. അടിസ്ഥാന വർഗക്കാരുടെ ഇടയിൽ പാലിയേറ്റീവ് തലത്തിൽ ഉൾപ്പെടെ സമ്പർക്കം പുലർത്തി പ്രവർത്തിക്കുന്ന ഈ ആശാവർക്കർമാരുടെ ആവശ്യങ്ങളെ ആരോഗ്യമന്ത്രി വീണ ജോർജ് പരസ്പര വിരുദ്ധമായ പ്രസ്താവനകൾ നടത്തി അധിക്ഷേപിക്കുന്നതും തുടരുകയാണ് ഇപ്പോഴും. എത്ര മ്ലേച്ഛകരമാണ് പ്രിയപ്പെട്ട മന്ത്രി നിങ്ങളുടെ ഈ ഭരണം. ഇവരുടെ വോട്ടുകൾ കൊണ്ട് അധികാരത്തിലേറിയ CPM എന്ന തൊഴിലാളി പാർട്ടിയുടെ ഈ തൊഴിലാളി വിരുദ്ധ നയത്തെ ബൂർഷാ പാർട്ടിയുടെ ദ്രാഷ്ട്യമെന്നേ വിശേഷിപ്പിക്കാൻ കഴിയൂ. കേരളത്തിലെ പൊതുപ്രവർത്തകരും പ്രതിപക്ഷവും പൊതുജനവും ഈ പാപങ്ങളുടെ നിലവിളിക്ക് മേൽ സ്വാന്തനവുമായി അവരുടെ സമരപ്പന്തൽ സന്ദർശിക്കുന്നത് ആശ്വാസകരമാണെന്നിരിക്കെ CPM ഇന്ന് കാണിക്കുന്ന നാണംകെട്ട പ്രഹസനം നിങ്ങളുടെ ഗതികെട്ട ഭരണത്തിൻ്റെ അപമാനകരമായ നേട്ടമായി ചരിത്രം രേഖപ്പെടുത്തുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഇന്നിതാ സാംക്രമിക രോഗം പടർത്തുന്ന കൃമിയാണ് ഇവരെന്ന് അധിക്ഷേപിച്ചിരിക്കുകയാണ്. സമരം തുടങ്ങി 2 ആഴ്ച കഴിഞ്ഞപ്പോൾ 2 മാസ കുടിശ്ശിക പ്രഖ്യാപിച്ച് തടിയൂരാൻ ശ്രമിച്ച സർക്കാരിനെതിരെ അവകാശങ്ങൾ ഊന്നിപ്പറഞ്ഞ് സമരം കടുപ്പിക്കുകയായിരുന്നു ആശാവർക്കർമാർ. ഇപ്പൊ 19 ദിവസം കഴിഞ്ഞ് ഇപ്പോഴിതാ ഓണറേറിയം കൊടുത്തു തീർത്ത ആശാവർക്കർമാരുടെ കൂടെയാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചിരിക്കുകയാണ് സർക്കാർ. സമരത്തിന്റെ തീച്ചൂളയിൽ നിന്ന് തടിയൂരാൻ സർക്കാർ ഇങ്ങനെ കോപ്രായങ്ങൾ കാട്ടി ശ്രമിക്കുമ്പോൾ അത് നിങ്ങളുടെ നാണംകെട്ട ഏർപ്പാട് തന്നെയാണെന്ന് പറയാതിരിക്കാൻ വയ്യ. എന്നാൽ തങ്ങളുടെ ജീവിതോപാധിയായ ഈ ജോലിയിൽ തങ്ങൾക്ക് മാന്യമായി ജീവിക്കാനുള്ള വേതനമാണ് തങ്ങൾക്ക് വേണ്ടത് എന്നാണ് ഈ ആശാവർക്കർമാർ പറയുന്നത്. കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന തങ്ങൾ പ്രായമാകുമ്പോൾ പെൻഷൻ പോലും ലഭിക്കില്ല. ഈ സത്യം അവർ വിളിച്ചു പറയുന്നുമുണ്ട്. CITUവും CPMും ഗത്യന്തരമില്ലാതെ വളഞ്ഞിട്ട് ഇവരെ ആക്രമിക്കുമ്പോഴും CPI നേതാവ് ചിത്തരഞ്ജനും എളമരം കരീം അടക്കമുള്ള നേതാക്കൾ ഇവർക്കെതിരെ തിരിഞ്ഞ് പ്രഹരമേൽപ്പിക്കുമ്പോഴും മുൻ മുഖ്യമന്ത്രി C അച്യുതമേനോന്റെ പ്രൈവറ്റ് സെക്രട്ടറി ഗോവിന്ദപിള്ളയുടെ മകൾ KG താര മുതൽ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരുടെ ഒരു വലിയ പിന്തുണ ഇവർക്ക് സമരത്തിന് ഊർജം പകരുന്നുമുണ്ട്. വീണ ജോർജിനെ കാണാൻ പോയ ആശാവർക്കർ പ്രവർത്തകരെ ആട്ടിപ്പായിച്ചു എന്ന അനുഭവം ഇവർ പങ്കുവെച്ചതിനാലാണ് CI2വും CPMും പ്രകോപിതരായത്. തുടർന്നാണ് CI2 ബദൽ സമരവുമായി KG ഓഫീസിന് മുന്നിൽ ആളെ കൂട്ടിയത്. ഇത് സർക്കാരിനും CITുവിനും CPMനുമേറ്റ പ്രഹരത്തിന്റെ ആഘാതം മറയ്ക്കാൻ നടത്തുന്ന നെറികെട്ട നീക്കമാണ് എന്ന് കേരളത്തിലെ പൊതുജനം വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്ത്രീകൾക്കൊപ്പമാണെന്ന് പറയുന്ന പാർട്ടിയാണ് ഇന്ന് മലർന്നു കിടന്ന് തുപ്പുന്നത്. സ്ത്രീകൾക്കെതിരെ ഇത്തരം ആക്രമണം അഴിച്ചുവിടുന്ന ഇവരെ അക്രമികൾ എന്നല്ലാതെ മറ്റെന്താണ് പറയേണ്ടത്? കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.